സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവർദ്ധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. അർഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചു തന്ന കർമ്മങ്ങളെയാണ് നമ്മൾ ഇബാദാത്തുകൾ അഥവാ ആരാധനകൾ എന്ന് പറയുന്നത്. എല്ലാ ആരാധനകളുടെയും ഉദ്ദേശം പടച്ചതമ്പുരാനുമായി അടുക്കുകയും ജീവിതത്തിൽ തഖ്വയുണ്ടാവുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ആരാധനയോടും ചേർത്തു പറയാത്ത വളരെ സവിശേഷമായ ഒരു ഉദ്ദേശം ഹജ്ജിനോട് ചേർത്ത് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ഹജ്ജിലൂടെ മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ നേട്ടം മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു. ഹജ്ജിലൂടെ ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കലും സാധ്യമല്ലാത്ത വളരെ അതുല്യമായ ഒരു നേട്ടം ഒരു മനുഷ്യന് ലഭിക്കും. അത് റജഅ കയൗമി വലദതുഹു. ഇന്നേ ദിവസം ഉമ്മ പ്രസവിച്ച നവജാത ശിശുവിനെ പോലെ തിരിച്ചു വരാൻ കഴിയും എന്നതാണ്. അരുതാത്തതൊന്നും കാണാത്ത, വേണ്ടാത്തതൊന്നും പറയാത്ത, ഒരു ഹറാമ് പോലും ചെയ്തിട്ടില്ലാത്ത, മനസ്സിൽ വേണ്ടാത്തതൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു പുതിയ മനുഷ്യനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നതാണ് ഹജ്ജിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഹാജി പുതിയ മനുഷ്യനായി മാറുന്നത്? നമ്മൾ പലപ്പോഴും ആലോചിക്കുക, ഒരു ചതുരക്കെട്ടിടത്തിന് ചുറ്റും ഒരാൾ കുറച്ചു നേരം വട്ടം കറങ്ങിയാൽ, രണ്ട് ചെറിയ കുന്നുകൾക്കിടയിൽ 7 വട്ടം ഓടിയാൽ, ഒരു വലിയ മൈതാനത്ത് ഒരു പകൽ മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നാൽ, പരുക്കൻ കല്ലുകളുള്ള ഒരു പ്രതലത്തിൽ രാത്രി കിടന്നുറങ്ങിയാൽ, 3 സ്തൂപങ്ങൾക്ക് നേരെ കുറച്ച് കല്ലെറിഞ്ഞ് ഒരു ടെന്റിൽ വിശ്രമിച്ചാൽ എങ്ങനെയാണ് ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടുക എന്ന് നമ്മൾ ആലോചിക്കും. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. കാര്യങ്ങളെ കാര്യകാരണ ബന്ധം വെച്ച് ഇടതിരിച്ച് മനസ്സിലാക്കുന്ന മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ് ആലോചിക്കുക. അവന്റെ യുക്തിയുടെ അളവുകോലുകൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഇവിടെയാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ യുക്തിയെ ഒന്ന് മാറ്റിവെക്കുക. ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ, വിശേഷിച്ചും ഹജ്ജ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ ബുദ്ധിയോടല്ല സംസാരിക്കുന്നത്, അത് മനുഷ്യന്റെ വികാരങ്ങളോടാണ്, ഹൃദയത്തോടാണ്. ഹൃദയത്തോടാണ് ഹജ്ജിന് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഖുത്ബ കേൾക്കുന്നവർ ബുദ്ധിയുടെ, യുക്തിയുടെ മാനദണ്ഡം വെച്ചതിനെ അളക്കരുത്. നിങ്ങൾ ഹജ്ജിനെ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറയുക.
ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നു ആരാധനാ കർമ്മങ്ങൾ ശആഇറുള്ളയാണ് എന്ന്. അത് അള്ളാഹുവിന്റെ സിംബലുകളാണ്, ചിഹ്നങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയൊരാശയത്തെ ഒളിപ്പിക്കുന്ന ചെറിയ വരകളാണ് ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ചിഹ്നം അക്ഷരങ്ങളാണ്. ഒരു ബോർഡിൽ ഒരാൾ ചക്ക എന്ന് എഴുതി വെച്ചാൽ അത് വായിക്കുന്നവന്റെ മനസ്സിൽ ഒരു ചക്കയുടെ രൂപം നൽകും. മധുരമുള്ള എന്ന് എഴുതി വെച്ചാൽ മധുരമുള്ള ഒരു ചക്കയുടെ അതിന്റെ മണവും അതിന്റെ രുചിയും അതിന്റെ വലുപ്പവും ആ അക്ഷരങ്ങളിലൂടെ, ചിഹ്നങ്ങളിലൂടെ അവന്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് പടർന്നു വരും. അതിനാണ് നമ്മൾ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു സ്കൂളിന്റെ അടുത്ത് ഒരു കുട്ടി നടന്നു പോകുന്ന ഒരു ചിഹ്നം ട്രാഫിക് സിഗ്നലായി വെച്ചാൽ വരുന്ന ഡ്രൈവർ മനസ്സിലാക്കും ഇതിനടുത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വരാറുണ്ട്. ആ കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ റോഡിനെ ശ്രദ്ധിക്കാതെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഡ്രൈവർ വേഗത കുറച്ച് ഇരുപുറവും നോക്കി വണ്ടി ഓടിക്കണമെന്ന് ഒരൊറ്റ ചിഹ്നത്തിലൂടെ അയാളിലേക്ക്, മനസ്സിലേക്ക് കടന്നു വരും എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനാ കർമ്മങ്ങളെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ ചിഹ്നങ്ങൾ മനസ്സിലാക്കുക എന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ മനസ്സിലാക്കുക, അതിനെ ആദരിക്കാൻ കഴിയുക എന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരുപാട് ചിഹ്നങ്ങളുള്ള ഒരു ആരാധനാകർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു നാടകം കാണുന്നത് പോലെ. ആ നാടകത്തിൽ ഒരുപാട് രംഗങ്ങളുണ്ട്. ഈ രംഗങ്ങളിൽ ഓരോന്നിനും ഹാജിയോട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ നാടകം കഴിഞ്ഞ് നാടകത്തിന്റെ അവസാനത്തിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു വരുന്നു എന്നതാണ് ഹജ്ജ് എന്ന കർമ്മത്തിന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഒരു ഹാജി മീഖാത്തിൽ വരുന്നുണ്ട്. ഒരു ഹാജി മക്ക എന്ന പ്രദേശത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ഹാജി കഅബ എന്ന് പറയുന്ന ഒരു ചതുര കെട്ടിടത്തിന്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. ഒരു ഹാജി രണ്ടു ചെറിയ കുന്നുകൾക്കിടയിൽ കിടന്ന് ഓടുന്നുണ്ട്. ഒരു ഹാജി വലിയൊരു മൈതാനത്ത് ഒരു പകൽ മുഴുവൻ പ്രാർത്ഥനാ നിർഭരനായി നിൽക്കുന്നുണ്ട്. ഒരു ഹാജി ടെന്റില്ലാത്ത, മേലാപ്പില്ലാത്ത, പരുപരുത്ത മുസ്ദലിഫയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ഹാജി 3 സ്തൂപങ്ങളിൽ കല്ലെറിയുന്നുണ്ട്. ഒരു ഹാജി മിന എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു തമ്പിൽ 3 ദിവസത്തോളം വിശ്രമിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു വരുമ്പോൾ ഒരു പുതിയ മനുഷ്യൻ വരും എന്നാണ് അല്ലാഹു പറയുന്നത്. ഇത് ചിഹ്നങ്ങളാണ്. ഈ ചിഹ്നങ്ങൾക്ക് ഒരാളോട് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതാണ് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങളൊരു ഹാജിയോടൊപ്പം സഞ്ചരിച്ചു നോക്കിയാൽ മതി. എങ്ങനെയാണ് അയാൾ പുതിയ മനുഷ്യനാവുക എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹാജി ആദ്യം എത്തുന്നത് മീഖാത്തിലാണ്. നമ്മൾ ഇന്ത്യക്കാർ പോകുന്നത് യലംലം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. മീഖാത്തിൽ വെച്ചിട്ടാണ് അവൻ ഹജ്ജിന് വേണ്ടി തീരുമാനിക്കുന്നത്. ഹജ്ജ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ തീരുമാനിച്ചുറപ്പിച്ചവനെന്നാണ്. അവൻ എന്താണ് തീരുമാനിച്ച് ഉറപ്പിക്കുന്നത്? അവൻ തീരുമാനിച്ചുറപ്പിക്കുന്നത് ഞാനൊരു നല്ല മനുഷ്യനാവും, ഞാനൊരു പുതിയ മനുഷ്യനാവും എന്നതാണ് ഹാജിയുടെ തീരുമാനം. അതുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് ഇറങ്ങുന്നു വരുമ്പോൾ ഹാജിയോട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, നീ അള്ളാഹുവിലേക്ക് പോകുന്നവനാണ്. അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്നവനാണ് നീ. ഈ പടച്ചവനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് പടപ്പുകളോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കിയിട്ട് വേണം ഇറങ്ങി പുറപ്പെടാൻ എന്നാണ് അള്ളാഹ് പറഞ്ഞത്.
പടപ്പുകളോടുള്ള നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പടപ്പുകളോട് പകവച്ചു പുലർത്തുന്നവൻ, പിണങ്ങി നിൽക്കുന്നവൻ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തി വാഗ്ദാനം പാലിക്കാത്തവൻ, ഇവനൊന്നും റബ്ബിലേക്ക് വരേണ്ടതില്ല എന്നാണ് റബ്ബിന്റെ തീരുമാനം. അങ്ങോട്ട് വരണ്ട. അതുകൊണ്ടാണ് ഹാജി ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുമ്പ്, ആളുകളോട് യാത്ര ചോദിക്കുന്നതിന് മുമ്പ് അവരോടുള്ള പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. തന്റെ സഹോദരനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ അനുവാദമില്ലാത്തവനാണ് സത്യവിശ്വാസി എന്ന് നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യഹുജുറ അഖാഹു ഫൗക സലാസ്. തന്റെ സഹോദരനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ അനുവാദമില്ലാത്തവൻ, അവരിൽ ആരാണോ പിണക്കം തീർക്കാൻ മുൻകൈയെടുക്കുന്നവൻ, അവനാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പുതിയ മനുഷ്യനാവാൻ വേണ്ടി പോവുകയാണ്. കടങ്ങളുണ്ടെങ്കിൽ കടങ്ങളൊക്കെ വീട്ടും. അതല്ല, കടങ്ങളുണ്ട്, വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ കടങ്ങൾ വീട്ടാനുള്ള സോഴ്സുകൾ കണ്ടെത്തി അത് എഴുതി വെക്കും. ഇന്ന സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്റെ കടം വീട്ടാമെന്ന് തീരുമാനിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവനോടുള്ള വസിയത്ത് പോലും എഴുതി വെച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഹജ്ജിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. കാരണം മടങ്ങി വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യാത്രയിലേക്കാണ് ഒരു ഹാജി കടന്നു വരുന്നത്. നമ്മളൊന്ന് ഹാജിയോടൊപ്പം ഒന്ന് സഞ്ചരിച്ചു നോക്കൂ. ഹാജി ആദ്യം എത്തുന്നത് മീഖാത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഹ്റാം കെട്ടേണ്ട ഇടമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നാട്ടുകാർക്കും ഇഹ്റാം കെട്ടാനുള്ള ഇടങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഹ്റാമിൽ വെച്ച് ഹാജി അവന്റെ നിയ്യത്ത് ചെയ്യുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അല്ലാഹുവേ ഞാൻ നിനക്കൊരു ഹജ്ജ് ചെയ്യാമെന്ന് വിളിക്കുത്തരം നൽകിക്കൊണ്ട് നിയ്യത്ത് ചെയ്യുന്നു. അവിടെയാണ് ഇഹ്റാമിലേക്ക് മീഖാത്തിലേക്ക് വരുന്നത്. മീഖാത്തിലേക്ക് വരുന്ന ഹാജിയോട് 5 നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത്, നീ നിന്റെ നഖങ്ങളും രോമങ്ങളും ഒക്കെ വൃത്തിയാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. വേണ്ടാത്ത രോഗങ്ങൾ വലിച്ചു കളഞ്ഞ് നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി വേണം നീ വരാൻ. കാരണം നിന്റെ ഉദ്ദേശം ഒരു പുതിയ മനുഷ്യനാവുക എന്നതാണ്. നിന്റെ ഒരു രോമകൂപത്തിൽ പോലും പാപത്തിന്റെ, തിന്മയുടെ അടയാളങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കൈകളിലെ നഖങ്ങളൊക്കെ വെട്ടി രോമങ്ങളൊക്കെ വൃത്തിയാക്കുക. എന്നിട്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം, നീ ഒന്ന് കുളിച്ച് വൃത്തിയായി വരിക എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നീ നിന്റെ വസ്ത്രം മാറണം. ഹജ്ജിന്റെ വസ്ത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. പുരുഷനാണെങ്കിൽ ഉടുക്കുന്ന ഒരു മുണ്ടും മേലുമറയുന്ന ഒരു തട്ടവും, ഇത് മിനിമമാണ്, അല്ല മാക്സിമമാണ്. ഈ കർമ്മത്തിനിടയിൽ നീ മരിച്ചു പോയാൽ നിന്റെ കഫം പൊതിയാൻ മാത്രമുള്ള, ശരീരം മറയാൻ മാത്രമുള്ള ഒരു ഉടയാടയെ നിനക്ക് ആവശ്യമുള്ളൂ. പെണ്ണിനോട് പറയുന്നു, പരപുരുഷന്റെ മുന്നിൽ നിനക്ക് കാണാൻ പാടില്ലാത്ത നിന്റെ ഔറത്ത്, അത് മാത്രമാണ് നീ മറക്കേണ്ടത്. അലങ്കാരങ്ങളില്ലാത്ത, ചമയങ്ങളില്ലാത്ത വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹാജിയോടുള്ള പറയുന്നത് നീ ശരീരത്തിലെ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുക എന്നാണ്. എന്തിനാണ് വസ്ത്രം മാറുക എന്ന് പറയുന്നത്? ഞാനാണ് പറഞ്ഞത്, വസ്ത്രം മാറുക എന്നത് ഒരു സിമ്പലാണ്. വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ ആഗ്രഹത്തെയും താല്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും വലിയ അടയാളമാണ്. നിങ്ങളൊരു ചെറിയ കുട്ടിയോട് ചോദിക്കൂ, നീ എന്തിനാ മോനെ ഇത്ര നീളമുള്ള കൈയിട്ട ഷർട്ട് ഇടുന്നു? കുട്ടി പറയുന്നത് അതിന്റെ ഇഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്തിനാണ് ഈ കളറുള്ള ചുരിദാർ എടുത്തത്? അവൾ പറയുന്നത് എനിക്ക് ഈ കളറിനോട് ഇഷ്ടമാണ്. ഞാനും നിങ്ങളുമൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് വസ്ത്രം ധരിക്കുക. അതിന്റെ കളർ നിശ്ചയിക്കുന്നിടത്ത്, അതിന്റെ പോക്കറ്റുകൾ നിശ്ചയിക്കുന്നിടത്ത്, അതിന്റെ വലുപ്പം നിശ്ചയിക്കുന്നിടത്ത്, അതിന്റെ ലൂസ് നിശ്ചയിക്കുന്നിടത്ത്, അത് ടൈറ്റ് ആകുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നിടത്ത്, എവിടെ കീറണം എവിടെ കീറണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ താല്പര്യത്തെ മുൻതൂക്കം നൽകുന്നു. റബ്ബ് പറയുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. മോനെ, നീ ഒരു പുതിയ മനുഷ്യനാകാൻ വരുന്നവനാണ്. ആദ്യം നീ അഴിച്ചു വെക്കേണ്ടത്, റബ്ബിലേക്ക് അടുക്കുന്നവൻ ആദ്യം അഴിച്ചു വെക്കേണ്ടത് അവന്റെ താല്പര്യങ്ങളുടെ, അവന്റെ ആഗ്രഹങ്ങളുടെ, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ആ മേലാപ്പാണ്. അത് നീ അഴിച്ചു വെക്കണം.
അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി. ഒരു മനുഷ്യന്റെ ഇച്ഛകൾ പോലും അള്ളാഹുവിനനുസരിച്ചാകുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാവുക എന്ന് പറയുന്നത്. പുതിയ മനുഷ്യനാകാൻ വരുന്നവനോട് പറയുന്നു, നീ വസ്ത്രം മാറുക, എന്നിട്ട് നിനക്ക് ധരിക്കാൻ ഞാനൊരു വസ്ത്രം തരാം. അതൊരു പക്ഷെ നീ മരിച്ചു പോയാൽ നിന്റെ കഫം പൊടിയാനുള്ള വസ്ത്രം മാത്രമാണെന്ന് പഠിപ്പിക്കുന്നു. രണ്ടാമത് അവനോട് പറയുന്ന വസ്ത്രകാര്യം, നീ നിന്റെ തലപ്പാവുകൾ മാറ്റുക. ഹജ്ജിൽ തലമറക്കാൻ പാടില്ലതില്ല എന്ന് നിങ്ങൾക്കറിയാം. സ്ത്രീക്ക് ഓൾറെഡി അവളുടെ അവറത്തിന്റെ ഭാഗമായതുകൊണ്ട് തലമറക്കാം എന്ന് മാത്രം. അതേസമയം പുരുഷന് തലമറക്കാൻ അനുവാദമില്ല. കാരണം തലമറക്കാൻ ഉപയോഗിക്കുന്നത് അതവന്റെ അധികാരത്തിന്റെ കൂടി അടയാളമാണ്. രാജാവ് കിരീടം വെക്കും, പോലീസുകാരൻ തൊപ്പി വെക്കും, ഉദ്യോഗസ്ഥന്മാർക്ക് വക്കീലുമാർക്ക് അവരുടേതായ വസ്ത്രധാരണ രീതികളുണ്ട്. അവരോട് അള്ളാഹു പറയുന്ന വചമാനം ഇതാണ്: നീ നിന്റെ തല വെളിവാക്കൂ. നിന്റെ അധികാരത്തിന്റെ, നിന്റെ ദാർഢ്യത്തിന്റെ, നിന്റെ പ്രകടനപരതയുടെ എല്ലാ ഉടയാടകളും അഴിച്ചു മാറ്റി നീ എന്നിലേക്ക് വരണം. കാരണം അധികാരം എന്ന് പറയുന്നത് മനുഷ്യനെ ഏറ്റവും അധികം ദുഷിപ്പിക്കുന്ന, ഏറ്റവും അധികം വൃത്തികേടിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ സ്വാർത്ഥനാക്കി മാറ്റുന്നതാണ്. റബ്ബ് പറയുന്നു, നീ എന്റെ അടിമയാകാൻ വന്നവനാണ്. അതുകൊണ്ട് നിന്റെ അധികാരത്തിന്റെ അടയാളങ്ങൾ, അതിന്റെ ആടയാഭരണങ്ങൾ, നിന്റെ തലപ്പാവും നിന്റെ കിരീടവും നിന്റെ തൊപ്പിയും നിന്റെ ഭാവഭാവാദികളും അഴിച്ചു വെച്ചുകൊണ്ട് നീ എന്നിലേക്ക് വരിക എന്നാണ് പഠിപ്പിക്കുന്നത്. നീ വെറും ഒരു അടിമ മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നു. മീഖാത്തിലെത്തിയിട്ട് അവനോട് പറയുന്ന നാലാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അവനോട് സംസാരിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അല്ലാഹു പഠിപ്പിച്ചത് നീ നിന്റെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുക എന്നായിരുന്നു. രണ്ടാമത് പഠിപ്പിച്ചത് നീ നിന്റെ വസ്ത്രം മാറുക എന്നായിരുന്നു. മൂന്നാമത് പഠിപ്പിച്ചത് നിന്റെ തലപ്പാവുകൾ മാറ്റിവെക്കുക എന്നായിരുന്നു. നാലാമത് പറയുന്നു, ഈ ഹറാം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് നിശ്ചിതമായ കാലത്തേക്ക് ചില കാര്യങ്ങൾ ഞാൻ നിഷിദ്ധമാക്കാൻ പോവുകയാണ്. നിനക്കിനി ചില കാര്യങ്ങൾ അനുവദനീയമല്ല. പ്രേമചേഷ്ടകൾ പാടില്ല, ഭാര്യ സംസർഗം പാടില്ല, ഒരു ചെടി പോലും നീ മുറിച്ചു കളയാൻ പാടുള്ളതല്ല, നീ ആളുകളെ അലോസരപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടുള്ളതല്ല, ഉച്ചത്തിലുള്ള ഒരു സംസാരം പോലും നിന്നിൽ നിന്നുണ്ടാവരുത്. നീ നിന്നെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം നിന്റെ ഉത്തരവാദിത്തം നീ ഒരു പുതിയ മനുഷ്യനാവാൻ പോകുന്നു എന്നതാണ്. അതുകൊണ്ട് ചില നിഷിദ്ധങ്ങൾ നിനക്ക് ഞാൻ ചെയ്യിച്ചിരിക്കുന്നു. ഇവ നിനക്ക് ഹലാലായിരുന്നു, നിനക്ക് ഭാര്യയുമായി ബന്ധപ്പെടൽ ഹലാലായ കാര്യമായിരുന്നു. പക്ഷെ ഇനി അത് പാടില്ല. നിനക്ക് വളരെ കൃത്യമായ ഒരു കാലത്തേക്ക് താൽക്കാലികമായ ചില നിഷിദ്ധങ്ങൾ നിന്നിലേക്ക് ചുമത്തുന്നു എന്ന് പഠിപ്പിക്കുന്നു. അത് നീ നിന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീ നിന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് മാത്രമല്ല, ഒരു കാര്യം ഹലാലാവുന്നതും ഒരു കാര്യം ഹറാമാവുന്നതും റബ്ബാണ് തീരുമാനിക്കേണ്ടത്. എന്റെ റബ്ബാണ് തീരുമാനിക്കേണ്ടത് എന്ന് നീ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് നിനക്ക് അനുവാദമുള്ളത് പോലും ഞാൻ ഇവിടെ നിഷിദ്ധമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഹറാം കിട്ടുന്നവനോട് പറയുന്ന മൂന്നാമത്തെ കാര്യം. ആ നാലാമത്തെ കാര്യം, അഞ്ചാമത് അവനോട് പറയുന്നു, നീ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കണം. അതെന്താണെന്ന് വെച്ചാൽ, നീ ചെയ്യേണ്ടത് നിന്റെ ഭാഷ മാറ്റുക എന്നതാണ്. നീ നാട്ടുവർത്തമാനം പറയുന്ന, നീ പ്രേമവർത്താനങ്ങൾ പറയുന്ന, നീ ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരമുണ്ടല്ലോ, ഇഹ്റാം കിട്ടിയത് മുതൽ നിന്റെ സംസാരത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട്. നിനക്ക് ഞാൻ പുതിയൊരു മന്ത്രം പഠിപ്പിച്ചു തരാം, നിന്റെ വായിൽ നിന്ന് വരേണ്ടുന്ന ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ പറയണം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ച തമ്പുരാനെ നിന്റെ വിളിക്കു ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, പടച്ച തമ്പുരാനെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരനുമില്ല. എന്റെ ഇഷ്ടം തീരുമാനിക്കുന്നിടത്ത്, എന്റെ താല്പര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത്, എന്റെ വസ്ത്രം നിർണയിക്കുന്നിടത്ത്, എന്റെ ഹലാലുകൾ തീരുമാനിക്കുന്നിടത്ത്, എന്റെ ഹറാമുകൾ തീരുമാനിക്കുന്നിടത്ത് ഒരു സാധ്യതയും ഒരു സംഗതിയും ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ലാ ശരീക ലക്, കാരണം ലക വൽ മുൽക്ക്, നിനക്കാകുന്നു ആധിപത്യം. ഇന്നൽ ഹംദ വൽ നിഅമത, സർവസ്തുതിയും സകലമായ അനുഗ്രഹങ്ങളും ലക്, നിന്നിൽ നിന്ന് മാത്രം വരുന്നതാണ്. ലക വൽ മുൽക്ക്, നിനക്ക് മാത്രമാണ് അധികാരമുള്ളത്, നിനക്ക് മാത്രമാണ് ഉടമപ്പെടുത്താനുള്ള അവകാശമുള്ളത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇതായിരിക്കണം നിന്റെ മന്ത്രം
എന്ന് ഹാജിയോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഹാജി ഇഹ്റാം കിട്ടുന്നത്. അയാൾ നാട്ടുകാരനായിരുന്നു, ആലപ്പുഴക്കാരനായിരുന്നു, അയാൾ ആഫ്രിക്കക്കാരനായിരുന്നു, അയാൾ അബസീനിയക്കാരനായിരുന്നു, അയാൾ യൂറോപ്യനായിരുന്നു. അവിടെ വന്നപ്പോൾ അവന്റെ ശരീരത്തിന്റെ പ്രകൃതം തന്നെ മാറി, അവന്റെ വസ്ത്രങ്ങൾ മാറി. അവരെല്ലാവർക്കും ഒരേ വേഷം ധരിക്കുന്ന, ഒരേ വസ്ത്രം ധരിക്കുന്ന, ഒരേ മന്ത്രം മാത്രം, ഒരേ വാക്കുകൾ മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, ഒരേ കാര്യം മാത്രം തീരുമാനിച്ചുറച്ച ഞങ്ങൾ ഒരു പുതിയ മനുഷ്യരായി മാറും, ഞങ്ങൾ പുതിയ മനുഷ്യരായി മാറും എന്ന തീരുമാനത്തിലാണ് ഒരാൾ ഇഹ്റാമിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇഹ്റാം കെട്ടി പിന്നീട് അവിടെ പറയുന്നു, നീ മക്ക എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകണം. യലംലമിൽ നിന്ന് മക്കയിലേക്ക് ഉള്ള യാത്ര നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മക്ക എന്ന പ്രദേശത്ത് വരണം. ഏതാണ് ആ മക്ക എന്ന് പറയുന്ന പ്രദേശം? ലോകത്തിലെ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമല്ല മക്ക എന്ന് പറയുന്നത്. എന്നല്ല നമുക്ക് മടിപ്പിക്കുന്ന കാഴ്ചകളുള്ള, നമ്മളെ ആനന്ദം പുലരിതാക്കാൻ പറ്റുന്ന പ്രകൃതി ഭംഗിയുള്ള നാടല്ല മക്ക എന്ന് പറയുന്നത്. കാശ്മീരിനെ പോലെ സുന്ദരമായ ഒരു നാടോ, ആംസ്റ്റർഡാമിനെ പോലെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു നാടോ, സ്വിറ്റ്സർലൻഡോ അല്ല മക്ക എന്ന് പറയുന്നത്. കുറെ ചെങ്കുത്തായ പാറകളുള്ള, കരിങ്കലുള്ള, പുല്ലുപോലും വളരാൻ മടിക്കുന്ന, ചെങ്കുത്തായ പാറകളാൽ ചുറ്റപ്പെട്ട തള്ളിക പോലെ തോന്നിക്കുന്ന ഒരു പ്രദേശം. അള്ളാഹു പറയുന്നു, നീ അവിടെ വരണം. നീ ഏത് മനോഹരമായ നാട്ടിൽ ജീവിച്ചവനാണെങ്കിലും ശരി, നീ എത്ര സുഖ സൗകര്യങ്ങളോട് ജീവിച്ചവനാലും ശരി, നീ ഏത് പ്രദേശത്ത് ഏത് തണലിൽ ശീതളിമയിൽ ജീവിച്ചവനാലും ശരി, ഈ പറയുന്ന മക്ക എന്ന പ്രദേശത്തേക്ക് വരണം. ആ പ്രദേശത്തെ റബ്ബ് തന്നെ പരിചയപ്പെടുത്തിയത് ഒരു കൃഷിയുമില്ലാത്ത ഊഷരമായ ഈ ഭൂമിയിലേക്ക് നീ വരണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ നാട് നീ എന്തിനു വരണം എന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഒരു മറുപടിയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായിരുന്നു മക്ക എന്ന് പറയുന്നത്. റസൂലിനെ ഹിജ്റ വേളയിൽ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കി റസൂൽ പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹി, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണ് മക്ക നീ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വലൗലാ ഖൗമിക അഖ്റജൂനി ലമാ ഖറജ്തു മിൻക, നിന്റെ നാട്ടുകാർ ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാനുള്ള പണിയെടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട് വിട്ടു പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സ്നേഹിച്ച നാടാണ് മക്ക എന്ന് പറയുന്നത്. ആ മക്ക നമുക്ക് കൂടി സ്നേഹിക്കപ്പെടേണ്ടതാണ്, നാം കൂടി സ്നേഹിക്കേണ്ട കാര്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മക്ക എന്ന് പറയുന്ന നാടിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം 11 പദങ്ങൾ പ്രയോഗിച്ചതായി കാണാൻ കഴിയും. ഖുർആൻ പ്രയോഗിച്ച ആ പദങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി, അത് നമുക്ക് നൽകുന്ന ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ ഒന്നാമത് പറഞ്ഞ പദം തന്നെ മക്ക എന്ന് പറയുന്ന പദമാണ്. അറബി ഭാഷയിൽ മക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഹ്ലക, ഇല്ലായ്മ ചെയ്തു എന്നാണ്, നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്, ഒരാളിൽ നിന്നും കുറച്ചു കളഞ്ഞു എന്നാണ്. അതുകൊണ്ടായിരിക്കാം ചില ഇമാമുമാർ പറയുന്നത് സുമ്മിയത്തു മക്ക ലിൽ ഹറമി കുല്ലഹു ലഅന്നഹാ തൻഖുദു ദുനൂബ വതുഫ്നിഹ. മക്ക എന്ന് പറയുന്ന പദത്തിന് 2 ആശയങ്ങളുണ്ട്. ഒന്ന്, അത് മനുഷ്യന്റെ പാപങ്ങളെ, തെറ്റുകളെ ഇല്ലായ്മ ചെയ്യുന്ന, കരിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന, പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന ഇടമാണ്. അതാണ് മക്ക എന്ന് പറയുന്ന പദത്തിന്റെ തന്നെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, മക്കയെ നശിപ്പിക്കാൻ വരുന്നവൻ ആരായാലും ശരി, അവൻ എത്ര വലിയ ആളായാലും ശരി, അവനെ നശിപ്പിക്കുമെന്നതിന്റെ അർത്ഥം കൂടി മക്ക എന്ന് പറയുന്ന പദം ഉൾക്കൊള്ളുന്നുണ്ട്. മക്കയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മക്കയ്ക്ക് ഒരു നാട്ടുമൂപ്പൻ ഉണ്ടായിരുന്നു, അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ നാട്ടുമൂപ്പനിന്റെ കീഴിലാണ് മക്ക എന്ന് പറയുന്ന നാടുണ്ടായിരുന്നത്. ആ പ്രദേശം, ഹറം ഉൾക്കൊള്ളുന്ന പ്രദേശം ഉണ്ടായിരുന്നത്. ആ പ്രദേശത്തേക്കാണ് യമനിയായ അബ്രഹത്ത് തന്റെ ആനപ്പടയുമായി വരുന്നത്. ആനപ്പടയുമായി വന്നിട്ട് കഅബ പൊളിച്ചിട്ട് യമനിൽ അയാൾ പണി തീർത്തിട്ടുള്ള വലിയ ചർച്ചിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അബ്രഹത്ത് കഅബ പൊളിക്കാൻ വേണ്ടി വരുന്നത്. ആളുകളൊക്കെ കഅബയിലേക്ക് വരുന്നു. ഈ ഊഷരമായ നാട്ടിൽ കാണാൻ ഭംഗിയില്ലാത്ത, ആളുകൾക്ക് കൗതുകം തോന്നിക്കാത്ത ഒരു ചതുര കെട്ടിടത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയ രമ്യഹർമ്മം പണിതിട്ടാണ് അബ്രഹത്ത് യമനിൽ നിന്ന് അവിടേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കഅബ പൊളിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് മക്കയുടെ അടുത്തെത്തുമ്പോ നാട്ടുമൂപ്പനായ അബ്ദുൽ മുത്തലിബ് വിവരമറിഞ്ഞു ചെല്ലുന്നുണ്ട്. വിവരമറിഞ്ഞ് കാര്യങ്ങൾ അനുസരിക്കുന്നു. ഈ വരുന്ന അബ്രഹത്തിന്റെ സൈന്യം അബ്ദുൽ മുത്തലിബിന്റെ കുറച്ചൊട്ടകങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അബ്രഹത്ത് കാത്തിരിക്കുകയാണ്. നാട്ടുമൂപ്പൻ ഇപ്പോൾ എന്റെ മുന്നിൽ വരും, എന്നിട്ട് ഞങ്ങൾ ആ നാടിനെ ആക്രമിക്കരുത് എന്ന് അപേക്ഷിക്കും.
അങ്ങനെയാണ് കാത്തിരിക്കുന്ന വേളയിൽ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട്, എന്റെ 100 ഒട്ടകങ്ങളെ നിങ്ങളുടെ സൈന്യം പിടിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കത് തിരിച്ചു കിട്ടണം. ഉടനെ അബ്രഹത്ത് ചോദിക്കുന്നു, നിങ്ങൾ മഹത്തായി കാണുന്ന വിശുദ്ധ ഗേഹമുള്ള നിങ്ങളുടെ നാട് ആക്രമിക്കപ്പെടുമ്പോൾ ആ നാട്ടിന്റെ നാട്ടുമൂപ്പനായ താങ്കൾ എന്നോട് കളഞ്ഞുപോയ ഒട്ടകത്തെ കുറിച്ചാണോ ചോദിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ കുറിച്ചാണോ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അബ്രഹത്ത് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അബ്രഹത്ത് പറയുന്നു, ഒട്ടകങ്ങൾ എന്റേതാണ്, ആ ഒട്ടകങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, എന്റെ ഒട്ടകങ്ങളെ തേടി വരേണ്ടത്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന നാടുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന വിശുദ്ധ ഭവനമുണ്ടല്ലോ, വലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി, അതിനൊരു സംരക്ഷകനായ പടച്ചതമ്പുരാനുണ്ട്, ആ പടച്ചതമ്പുരാൻ എനിക്ക് വിശ്വാസമാണ് എന്നാണ് അബ്ദുൽ മുത്തലിബ് പറയുന്ന മറുപടി. അങ്ങനെയാണ് അബ്രഹത്ത് നശിപ്പിക്കപ്പെടുന്ന ചരിത്രം സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, മക്ക എന്ന് പറയുന്ന നാട് ഇത് റബ്ബ് സംരക്ഷിക്കുന്ന നാടാണ്. അവിടെ ഒരു ബിൻ സൽമാനും ഒരു ബിൻ സായിദും ഒരു ട്രംപും നശിപ്പിക്കപ്പെടുകയേ ഉള്ളൂ. കാരണം മക്ക എന്ന് പറയുന്നത് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന, മൻ യുഹ്ലികു അൽ അദുവ, ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്ന നാടാണ് എന്ന ഒരർത്ഥം കൂടി മക്ക എന്ന പദം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മക്ക എന്ന് പരിചയപ്പെടുത്തിയത്. ഖുർആൻ മക്കയെ പരിചയപ്പെടുത്താൻ പ്രയോഗിച്ച രണ്ടാമത്തെ പദം ബക്ക എന്നാണ്. ബക്ക എന്ന് വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ബക്ക എന്ന് പറഞ്ഞാൽ? ബക്ക എന്ന് പറഞ്ഞാൽ ഭാഷയിൽ എന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ഭാഷയിൽ എന്റെ അർത്ഥമുണ്ട്. ബക്ക എന്ന് പറഞ്ഞാൽ എല്ലാം പൊടിച്ചു കളഞ്ഞതിന് ശേഷം എല്ലാത്തിനെയും പൊടിച്ചു കളഞ്ഞ് ഒന്നായി ചേർക്കുക എന്നാണ് ബക്ക എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ കഅബയെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ ഇന്ന അവല ബൈത്തിൻ മുദഇ ലിന്നാസി ലല്ലദി ബിബക്കത, ബക്കയിൽ പണിത ഗൃഹം എന്നാണ്. ബക്കയുടെ അർത്ഥം അതാണ്. എല്ലാത്തിനെയും പൊടിച്ചു കളഞ്ഞതിന് ശേഷം ഒന്നിച്ചു ചേർക്കുക എന്നാണ് ബക്ക എന്ന് പറയുന്ന അർത്ഥം. അതാണ് ബക്കയുടെ അർത്ഥം. ബക്ക പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ബക്ക എന്ന് പറയുന്നത് എല്ലാ വംശീയതകളെയും പൊടിച്ചു കളയുന്ന, എല്ലാ വംശീയതകളെയും വർഗീയതകളെയും പൊടിച്ചു കളയുന്ന, മനുഷ്യരെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ സദസ്സിൽ നിങ്ങൾക്ക് അബിസീനിയക്കാരനായ ബിലാലിനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രവാചകന്റെ സദസ്സിൽ പേർഷ്യക്കാരനായ സൽമാനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രവാചകന്റെ സദസ്സിൽ റോമക്കാരനായ സുഹൈബിനെ കാണാൻ കഴിയുന്നത്. എല്ലാ റോമയെയും എല്ലാ പേർഷ്യക്കാരനെയും എല്ലാ അനറബിയെയും എല്ലാ അറബിയെയും എല്ലാ ആഫ്രിക്കക്കാരനെയും എല്ലാ വെളുത്തവനെയും അവനവന്റെ വംശീയമായ ഭാഷാപരമായ സകല വേർതിരിവുകളും പൊടിച്ചു കളഞ്ഞ് മനുഷ്യനെ ഒന്നിച്ചു ചേർക്കുന്ന നാടാണ് ബക്ക. അതുകൊണ്ടാണ് ഖുർആൻ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ, ബക്കയിലേക്ക് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ബക്ക എന്ന പേരിന്റെ അർത്ഥം. മൂന്നാമത് വിശുദ്ധ ഖുർആൻ ആ നാടിനെ പരിചയപ്പെടുത്തിയത് ബൽ ബലദുൽ അമീൻ എന്നാണ്. ഇതൊരു നിർഭയമായ നാടാണ്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, ഇതൊരു നിർഭയമായ നാടാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കും അഭയം കാണാവുന്ന, അത് ഇസ്ലാമിൽ മാത്രമല്ല, ഇസ്ലാമിന് മുമ്പും ഒരാൾ കഅബയിൽ അഭയം തേടിയാൽ അയാളെ കൊല്ലുകയില്ല, അയാളെ വധിക്കാൻ പാടില്ല എന്ന് അറബികൾ പോലും വെച്ചു പുലർത്തിയിരുന്ന ഒരു പവിത്രതയായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഹറം എന്ന് പറഞ്ഞത്. എല്ലാ തോന്യാസങ്ങളും നിഷിദ്ധമാക്കുന്ന പവിത്രമായ ഇടം എന്ന് മക്കയെ കുറിച്ച് പറയാൻ കാരണമാണ്. ഖുർആൻ പറയുന്നു മക്ക എന്നത് അത് അൽ ബലദുൽ അമീൻ, അതൊരു നിർഭയത്വത്തിന്റെ നാടാണ്. ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹലത അശ്ശിതാഇ വസ്സൈഫ് ഫല്യഅബുദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ആളുകളുടെ വിശപ്പകറ്റുന്ന, വആമനഹും മിൻ ഖൗഫ്, അവർക്ക് നിർഭയത്വം നൽകുന്ന, ശാന്തി പകരുന്ന, സമാധാനം പകരുന്ന നിർഭയത്വത്തിന്റെ നാടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ എല്ലാവരും ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് റസൂൽ ഹജ്ജത്തുൽ വിദാഇൽ അറഫ ദിനത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഏത് മാസമാണെന്ന് അറിയാമോ? അവരതിന് ഉത്തരം പറയുന്നു. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഈ നാടിനെ അറിയാൻ പറ്റുമോ എന്നാണ്. ഏതാണ് ഈ നാട് നിങ്ങൾക്ക് അറിയുമോ? അവർ പറയുന്നു, ഈ നാട് അള്ളാഹുവിന്റെ മക്കയാണ്, ഇത് ഹറമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇന്ന ഹാദൽ ബലദ ബലദുൻ ഹറാമുൻ അല്ലാഹു ഹറമ അല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർള വഹുവ ഹറാമുൻ യുഹദിമുഹു ഇലാ യൗമിൽ ഖിയാമത്തി വഇൻ ലം യഹലിൽ
യുദ്ധം പാടില്ലാത്ത, ആളുകളോട് വഴക്കുണ്ടാക്കാൻ പാടില്ലാത്ത, പിണങ്ങാൻ പാടില്ലാത്ത, ആളുകളെ അലോസരപ്പെടുത്താൻ പാടില്ലാത്ത നിർഭയമായ നാടാണിത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും റസൂൽ പറയുന്നു, അവിടുന്ന് മുള്ളുകൾ എടുത്തു മാറ്റാൻ പാടില്ലാത്ത, ഒരു വേട്ടയും അനുവദിക്കപ്പെടാത്ത, ഒരു വേട്ടയും അനുവദിക്കാൻ പാടില്ലാത്ത, കളഞ്ഞു പോയ ഒരു സാധനം സ്വന്തമല്ലെങ്കിൽ അത് എടുത്തു നോക്കാൻ പോലും അനുവാദമില്ലാത്ത നാടാണതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ പഠിപ്പിക്കുന്നു, ഇതൊരു നിർഭയത്വത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ ഇടമാണ് എന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വിശുദ്ധ ഖുർആൻ മക്കയെ കുറിച്ച് പറഞ്ഞ മൂന്നാമത്തെ പദപ്രയോഗം. നാലാമത്തെ പദപ്രയോഗം ഖുർആൻ പറയുന്നു, ഇത് ഉമ്മുൽ ഖുറയാണ്, ഇത് ഉമ്മുൽ ഖുറയാണ്, ഇത് നഗരങ്ങളുടെ മാതാവാണ്. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ എല്ലാ നഗരങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന നിർഭയത്വമുള്ള ഒരിടമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതമുള്ളൊരു കാര്യം, വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, എവിടെയൊക്കെ കഅബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെ ഖുർആൻ പറയുന്നു ഇത് അമ്നുള്ള, നിർഭയത്വമുള്ള നാടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നഗരത്തിന്റെ മാതൃകയാണ് മക്ക എന്ന് പറയുന്നത്. അവിടെ ഒരു ചെടിയും അന്യായമായി നശിപ്പിക്കപ്പെടുകയില്ല, ഒരു വേട്ടമൃഗവും ഒരാളും അന്യായമായി വേട്ടയാടപ്പെടുകയില്ല, ഒരു നിരപരാധിയും അന്യായമായി ശിക്ഷിക്കപ്പെടുകയില്ല, ഒരാൾക്കും അഭയം നൽകുന്ന, ഏതൊരാൾക്കും വന്നു കയറാൻ പറ്റുന്ന ഇടമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, ഈ നാട് ഉമ്മുൽ ഖുറയാണ്, നഗരങ്ങളുടെ മാതാവാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മക്കയെ കുറിച്ചുള്ള പരാമർശങ്ങൾ തുടങ്ങുന്നത്. ഇത് 4 വിശേഷണങ്ങൾ മാത്രമാണ്. 11 വിശേഷണങ്ങളിലൂടെയാണ് അള്ളാഹു മക്ക എന്ന നാടിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.